പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡിസംബർ 22 ഞായറാഴ്ച. എല്ലാവരെയും ഹാർദവമായി കർത്താവിൻ്റെ ദിവസത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുദിന അനുഗ്രഹ പ്രാർത്ഥനയാണ്. അറിയാവുന്ന സ്തുതിച്ചുകൊണ്ട് നിൽക്കാം, അല്ലാത്തവർക്ക് മനസ്സിൽ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് നിൽക്കാം, അല്ലാത്തവർ മൗനമായിട്ട് ശിരസ് നമിച്ച് കൈകൾക്ക് ഒപ്പി നിൽക്കാം. ശ്രദ്ധയോടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്തില് നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധനയുടെ ആധാരത്തില് അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് ഏറ്റവും പ്രയാസം അനുഭവിച്ചിരിക്കുന്നവരെ ഇന്നത്തെ ദിവസം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ഡോക്ടർമാർ ചില ദിവസങ്ങൾ ചില ആൾക്കാരോട് പറയും, ചില മണിക്കൂറുകൾ പറയും. അപ്പം ആ ദിവസം എണ്ണി ചിലവഴിച്ച് ചെയ്യും. ചില ആൾക്കാർ ഡിസംബർ 22 കഴിയുമ്പോൾ ഒരു ആശ്വാസമായെന്ന് പറയുന്നവരുണ്ട്. അപ്പം ഡിസംബർ 22 പ്രതീക്ഷിക്കുന്ന ഒത്തിരിയേറെ വിഷയങ്ങളുണ്ട്. സാമ്പത്തികമാകാം, ആരോഗ്യമാകാം, ജോലിയാകാം, ഇൻ്റർവ്യൂ ആകാം, ആരെങ്കിലും കണ്ടുമുട്ടുന്ന വിഷയങ്ങളാകാം. എല്ലാം എൻ്റെ മക്കളുടെ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. ഇന്നത്തെ പ്രാർത്ഥനയിൽ കൂടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അതുപോലെ ടൈപ്പടിച്ച് കയറ്റുകയും ഈ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ നിയോഗം വെച്ച് മൊബൈലിലോട്ട് അങ്ങോട്ട് ചാർജ് ചെയ്ത്
എഴുതി കയറ്റണം. എന്നിട്ട് നിങ്ങളത് ഷെയർ ചെയ്യുകയും ചെയ്യണം. നമ്മുടെ ഈ ശുശ്രൂഷ 10,000-10,000 പേര് നിങ്ങളെ പ്രതി കാണാനിടയായി വരുമ്പോൾ നിങ്ങൾക്ക് കർത്താവിൻ്റെ അടുത്ത് ഒരു സ്വരുക്കൂട്ടലുണ്ടാകും, ഒരു ഈടുവെപ്പ്. അതിനാണ് ഒരു സ്ഥിര നിക്ഷേപം ഉണ്ടാകും. നിങ്ങളുടെ ഒരു ആസ്തി ഭദ്രത എന്ന് ഞാൻ പറയും. ഈ ആസ്തി ഭദ്രത എപ്പോഴും ദൈവദൃശ്യം കൂടാൻ വേണ്ടി കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവ് കണ്ണ് കരികരിക്കുന്നവരും കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്നവരുണ്ട് ഈശോയെ. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ ഈ പ്രാർത്ഥന കൊണ്ട് അവർ സുഖപ്പെടണമേ കർത്താവ്. മൂക്കിന് അഡിനോയിഡ് വന്നു പോയവരും, കൈ തളർന്നു പോയവരും, കൈ വെട്ടപ്പെട്ട് മാറ്റിയവരും, കാല് വെട്ടപ്പെട്ട് മാറ്റിയവരുണ്ട് ഈശോയെ. മ്യൂട്ടേഷൻ സംഭവിച്ച എല്ലാ മക്കളെയും നീ ആശിപ്പിക്കണം കർത്താവ്. അപകടത്തിൽ പെട്ടുപോയവരുണ്ട് ഈശോ, ആശുപത്രി കിടക്കുന്നവരുണ്ട് ഈശോയെ. കർത്താവ് ഇതോടുകൂടി പേടിച്ചിട്ട് ഇനി ഒരിക്കലും വണ്ടി എടുക്കാത്തവരുണ്ട്. ആ ജോലി തന്നെ അവസാനിപ്പിച്ചിട്ട് ജീവിതമാർഗം മുട്ടിപ്പോയവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഏർക്കണം കർത്താവ്. ആ ജോലികൾ ചെയ്തപ്പോൾ നിരാശ, ദൈവത്തെ പോലും വിളിക്കാൻ പറ്റണില്ല, ഭയം, പ്രയാസം, എങ്ങനെ ജീവിച്ചിരുന്ന ഞാനാണ് ഇന്നിപ്പോൾ എൻ്റെ ഗതികേട് കണ്ടെന്ന് ഓർത്തിട്ട് കർത്താവ് നമുക്കൊന്നും ഇല്ലാതെ വരുമ്പോൾ, നമുക്ക് പഴയതോടെ സ്വാധീനം ഇല്ലാതെ വരുമ്പോൾ, നമുക്ക് കൂടെ ഉണ്ടായിരുന്നവർ പോലും കർത്താവ് നമ്മളൊരു വിലമതിക്കാത്ത അവസ്ഥയുടെ മാനസിക പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ കിടക്കണവരുണ്ട്. ശാശ്വതി കിടക്കില്ല, ആരോട് പറയാനാണ്? ചോദിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ചെവിയിലോട്ട് ഒഴുകി തന്നെ കാണാം. മിണ്ടത്തില്ല, പറയത്തില്ല, പറഞ്ഞാൽ കൂടെ നിൽക്കുന്നവർ കൂടി ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ കടിച്ചിറക്കി ജീവിക്കുന്ന മനുഷ്യരുണ്ട്. എല്ലാവരെയും നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. എല്ലാം നിൻ്റെ സ്പേസുകളാണിത്. മനുഷ്യന്മാർ പരാജയപ്പെട്ട് മനുഷ്യന്മാർക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. നിൻ്റെ ഒരു കരുണയാണ് കർത്താവ് ഇവിടെ വേണ്ടത്. കർത്താവ് പാപങ്ങളൊക്കെ അങ്ങ് ഓർക്കുകയാണെങ്കിൽ ആർക്ക് നിലനിൽക്കാൻ കഴിയുമെന്ന് സങ്കീർത്തനം ചോദിക്കുന്നുണ്ട്. ആർക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല. നിലനിൽപ്പില്ലാത്ത മനുഷ്യരാണ് ഈശോയെ എല്ലാവരും. അതുകൊണ്ട് നിൻ്റെ കരുണയാണ് ഞങ്ങളുടെ നിലനിൽപ്പ് കർത്താവ്. നിൻ്റെ കരുണയാണ് ഞങ്ങളുടെ നിലനിൽപ്പ്. ആ കരുണ കൊണ്ട് അങ്ങനെ പീഡാനുഭവത്തിൻ്റെ പീഡാനുഭവത്തെ ഓർത്ത് ഞങ്ങൾ കരുണ തോന്നണം കർത്താവ്. അങ്ങനെ മുൾക്കിടത്തെ ഓർത്തുകൂടെ അങ്ങനെ മക്കൾ കരുണ തോന്നണം കർത്താവ്. അങ്ങനെ തിരുവിലായാലും മുറിവിനെ ഓർത്തുകൊണ്ട് മക്കൾ കരുണ തോന്നണം കർത്താവ്. അങ്ങനെ കരചരങ്ങളെ ആണിപ്പടി ഓർത്തുകൊണ്ട് കർത്താവ് അങ്ങയുടെ മക്കൾ കരുണ തോന്നുന്നത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കർത്താവെ ജീവിതം വഴിമുട്ടിയവർ, ജോലി മുട്ടിയവർ, ജോലി ലഭിക്കാത്തവർ, കാരണം ജീവിത പങ്കാളികൾ കിട്ടാത്തവർ, പെൺപിള്ളേരെ കെട്ടിച്ചു വിടാൻ പറ്റാത്തവർ, ഈശോയെ അങ്ങനെ എല്ലാവരെയും സ്വന്തം പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ അവരുടെ മേലെല്ലാം നിന്റെ കാരുണ്യം ചൊരിയണം ഈശോ. ഇതൊന്നും അറിയാതെ കർത്താവെ ഇതെല്ലാം അണ്ടർമൈൻഡ് ചെയ്ത് ജീവിക്കുന്ന മക്കളുണ്ട് വീട്ടിൽ. അപ്പനൊക്കെ അത് പെങ്ങളെ കെട്ടിക്കുന്ന അപ്പൻ്റെ ജോലിയല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇവർ വീട്ടിൽ കയറാതെ നടക്കുന്ന ആമക്കളുണ്ട്. പെൺമക്കളുടെ എണ്ണം കൂടിയ കാരണം വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന സൂത്രക്കാരായ ആമക്കളുണ്ട്. കല്യാണം കഴിച്ച ഉടനെ മാറി താമസിക്കുന്നുണ്ട്. പിന്നെ അവരിങ്ങനെ വരാറില്ല. പെൺമക്കളെ കെട്ടിക്കേണ്ട അപ്പനും അമ്മയുടെ ചുമതലയാണ് എന്നൊക്കെ ഞാനൊന്നും കുടുംബത്തിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പെൺപിള്ളവർക്കൊക്കെ വാർത്താനം കേട്ടിട്ട് അവളുടെ കൂടെ പോയി പൊറുക്കുന്നവരുണ്ട്. ഇങ്ങനെ എല്ലാവരും മറന്ന് അപ്പനെയും പെങ്ങളെയും സഹോദരനും മറന്ന് ജീവിക്കുന്നുണ്ട്. ശരി, ഇങ്ങനെ ഓരോരോ തരത്തിൽ ഭാരപ്പെടുന്ന കുടുംബങ്ങളെ ഇന്ന് നീ സന്ധിക്കണ കർത്താവ്. എല്ലാവരും കൈവിട്ടവരാണ് കർത്താവ്. നീ എന്നും കൈ താങ്ങിയിട്ടുള്ളവർ. അവർ സന്ധി പ്രാർത്ഥന കേട്ടിട്ട് കർത്താവ് അങ്ങനെയുള്ളവർ നീ ഇന്ന് ഓർക്കണം കർത്താവ്. അവർക്ക് ആര് കൈവിട്ടാലും അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഐ വിൽ നോട്ട് അപ്പാൻഡ് യു അറ്റ് എനി കാസ് നീ പറഞ്ഞിട്ടുള്ളതാണ് കർത്താവ് ഞങ്ങളോട്. അപ്പനും അമ്മയും നിന്നെ മറക്കാം, പക്ഷെ ഞാൻ നിന്നെ ഒരു കാലവശാലും 17:13-5 നീ പറഞ്ഞു. എബ്രായ ലേഖനങ്ങളിലെ 49:15 നീ പറഞ്ഞു അപ്പനും അമ്മയും നിന്നെ മറക്കാം. എബ്രായ 13:5 നീ പറഞ്ഞു ഐ വിൽ നോട്ട് അബാൻഡൻ യു അറ്റ് എനി കാസ്. എന്ത് കാലവശാലും ഉണ്ടായാലും ഞാൻ നിന്നെ മറക്കേ കർത്താവ്. ആ വചനങ്ങളെല്ലാം അനുസ്മരിച്ച് അടിയം പ്രാർത്ഥിക്കുന്നു. ആ വചനങ്ങളെ ഓർത്തുകൊണ്ട് അങ്ങനെ മക്കൾക്ക് കാരുണ്യവും പ്രത്യേകിച്ച് പ്രയാസങ്ങളിരിക്കുന്നവർക്കും വേദനയിരിക്കുന്നവർക്കും ഭാരപ്പെടുന്നിരിക്കുന്നവർക്കും ആശ്വാസവും സന്ധിപ്പ് നൽകി അനുഗ്രഹിക്കണമേ. അമ്മയെ പരിശുദ്ധമ്മേ കൃപാസാൽത്താര ജീവനുടെ പ്രത്യക്ഷപ്പെടാൻ ഞാൻ നേരിട്ട് കണ്ടതല്ലേ അമ്മേ. അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷത യോഗ്യതയാൽ പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധനാമത്തിൽ ഇന്ന് നിങ്ങളെ കർത്താവ് എല്ലാ മേഖലകളും അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ലെറ്റ്സ് കം ടു ദി പോയിന്റ്. ഇന്ന് രസോടോ എന്നേ ഒരു സാക്ഷ്യം ഞാൻ കേട്ടെ. സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേര് ഡ്രിറ്റി എന്നാണ്. ഡ്രിറ്റി
സ്ഥലം ഞാൻ മറന്നുപോയി. ഡിറ്റി പറഞ്ഞത് ഡിറ്റിയെക്കുറിച്ച് ആരോ കൃപാസന മാതാവിനെക്കുറിച്ച് പറഞ്ഞു. അപ്പം ഡിറ്റി ഒരു പ്രാവശ്യം ഇവിടെ വന്നു. ഡിറ്റിയുടെ പ്രസവിച്ച് അല്ലെ ശരീരത്ത് മുഴുവനും അരിമ്പാറയാണ് മകളുടെ. അവളെ കെട്ടിക്കാൻ പറ്റത്തില്ല, കാരണം അത്ര കണ്ടിങ്ങനെ അരിമ്പാറ ഇങ്ങനെ ഈ കുരുകുരാന്ന് പറഞ്ഞതിന് കുരുകുരു പോലെ കുരുമുളക് പോലെ ഇങ്ങനെ അരിമ്പാറ പിടിച്ചിരിക്കും. ഇതിന് കുറേ മരുന്നവർ ചെയ്യും. അവസാനം കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ മുഖത്തോട് നോക്കി പറയും, അമ്മേ നീ ശരിക്കുമുള്ള മാതാവാണ്. എന്ത് രസമല്ല പ്രാർത്ഥന. ശരിക്കുമുള്ള എൻ്റെ മാതാവ് കൃപാസന മാതാവേ, നീ ശരിക്കുമുള്ള മാതാവാണെങ്കിൽ എൻ്റെ മകളുടെ അരിമ്പാറ മാറ്റണം. ദൈവം പിറ്റേ ദിവസമേ ഈ ഉടമ്പടി തൈലം കൊണ്ട് പെരട്ടിട്ട് അരിമ്പാറ ഒന്നും കാണാനില്ല. എനിക്ക് ആ പ്രാർത്ഥന ഭയങ്കരമാണ്. ഞാൻ കേട്ടപ്പെട്ടില്ല, കോരി തിരിച്ചു പോയി. അങ്ങനത്തെ ദൈവം ഉണ്ടല്ലോ, ദൈവം നമ്മൾക്ക്, ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞില്ലേ, ദൈവം ആഗ്രഹിക്കുന്നതാണ് നമ്മൾ ചോദിക്കണമെങ്കിൽ നമ്മൾക്ക് കിട്ടും. ചിലർ പറയും, അമ്മേ എനിക്ക് സഹായിക്കാൻ ആരും ഇല്ല കേട്ടോ, അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു അടയാളം തരണം, അപ്പൊ തന്നെ മഴവില്ല് വിരിയും. അല്ലെങ്കിൽ അങ്ങനത്തെ സാക്ഷികളുണ്ടെന്ന് അറിയാം, നിങ്ങൾ നോക്കിയ രസമാണ്. അപ്പൊ തന്നെ സുഗന്ധാഭിഷേകം വരും. ഞാനിതൊക്കെ അച്ഛനായിട്ട് ഇപ്പൊ 39 കൊല്ലമായി. ഞാനിതൊക്കെ ആദ്യം കേൾക്കുകയാണ്. പ്രസൻസ്, അതിനെല്ലാം ഉടമ്പടിയിൽ സാന്നിധ്യം നമ്മൾ വിളിക്കണത്. സാന്നിധ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിവാക്കാൻ ചോദിച്ചാൽ അപ്പം റെഡിയാവും. കാര്യം ദൈവം സൗജന്യ ദാനമായിട്ട് നടക്കുന്നതാണ് സാന്നിധ്യം. കർത്താവ് പുതിയ ഉടമ്പടി സ്ഥാപിച്ചത്, കുർബാന സ്ഥാപിച്ചത് എന്താ സംഭവം? സാന്നിധ്യമാണ്. സാന്നിധ്യം സംലഭ്യമാക്കാനാണ്. മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യൻ്റെ കൂടെ. ആ സാന്നിധ്യം ചോദിച്ചാൽ അതന്നെ ഞാനത്, അതായത് മോസസിനോടെ അത് വായിച്ചത്, അത് പുറപ്പാട് 33:14 വായിച്ചേ. കർത്താവ് പറഞ്ഞു, 33:14 പുറപ്പാട്. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. നിനക്ക് ആശ്വാസം നൽകുക. അപ്പൊ എന്തിനാണ് കൂടെ വരേണ്ടത്? സാന്നിധ്യം എന്തിനാണ്? സമാശ്വാസത്തിന്. സാന്നിധ്യം എന്തിനാണ്? സമാശ്വാസത്തിന്. അപ്പൊ ഞാൻ തന്നെ നിന്റെ കൂടെ. അപ്പൊ മോസസിന് മനസ്സിലായി അതാണ് ഇനി ജീവിതത്തിൽ മാർഗമുള്ളൂ. കാരണം മുമ്പോട്ട് നോക്കിയിട്ട് ഒന്നും കാണാനില്ല. കാര്യം ഇവർക്ക് 6 ലക്ഷം പടയാളികളുണ്ടെങ്കിൽ ഒരു കാനനീസിനോടാ അല്ലെങ്കിൽ ജബുസിയരോടാ അല്ലെങ്കിൽ സമറിയക്കാരനോട് വെട്ടുമ്പോൾ തന്നെ പകുതി തീരും. അപ്പം മുന്നോട്ട് പോയിട്ട് ഒരു വെളിച്ചമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവിടെ കയ്യിലാണ് സാധാരണ പഴയ ഒരുപാടും കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പം അങ്ങനെ വരുമ്പോൾ മോസസ് പറയുവേ, അങ്ങ് ഇന്നലെ പറഞ്ഞായിരുന്നല്ല ഞാൻ തന്നെ നിൻ്റെ കൂടെ വരുമെന്ന്. അപ്പം അത് ഓർത്തിട്ട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങ് വന്നില്ല ഞങ്ങൾ പോകത്തില്ലേട്ടോ. എന്തൊരു വർത്തമാനാണ്. പക്ഷേ അത് 33:15 വായിച്ചേ. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അപ്പൊ സാന്നിധ്യം എന്തിനാണ്? സമാശ്വാസത്തിന്. സാന്നിധ്യം എന്തിനാണ്? ദൈവത്തിൻ്റെ പ്രീതി നമുക്കുണ്ടെന്ന്. നീ സാന്നിധ്യം ചോദിക്കുന്ന ദൈവത്തിനെ ഇന്ന് മുഴുവൻ നിൻ്റെ കൂടെ വരാൻ വേണ്ടി ചോദിക്കുക കർത്താവിനോട്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ തന്നെ അനുഭവ തലങ്ങളാണ്. അതുകൊണ്ടാണ് കൃപാസനം മാതാവ് പല മേഖലകളിലും ആൾക്കാർ കണ്ടു എന്നൊക്കെ പറയുന്നൊരു കാര്യം. സാന്നിധ്യം പണ്ട് മുതലേ ദൈവം നമുക്ക് നമ്മുടെ പ്രോമിസിങ്ങിലുള്ളതാണ്, വാഗ്ദാനത്തിലുള്ളതാണ്. അതുകൊണ്ട് വാഗ്ദാനത്തിലുള്ള വിഷയങ്ങൾ പ്രാപിക്കാൻ എളുപ്പമാണ്. വാഗ്ദാനം ഉള്ളത് അതുകൊണ്ടാണ് വാഗ്ദാനം അനുസരിച്ചതെന്നാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയിൽ പറയുന്നത്. നിങ്ങൾ വാഗ്ദാനം എന്താണെന്ന് നോക്കണം. 8850 വാഗ്ദാനങ്ങളുണ്ട്. അപ്പം അത് നോക്കിയിട്ട് അത് വെച്ച് പ്രാർത്ഥിക്കണേ. കർത്താവേ നിൻ്റെ വാഗ്ദാനം അനുസരിച്ച് ഒരു അടിയനെ സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പ്രാർത്ഥിക്കണം. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.